മനുഷ്യന്റെ ഇച്ഛകളും ദേഹേച്ഛകളും ഇഷ്ടങ്ങളും പലപ്പോഴും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും ഇഷ്ടങ്ങളിൽ നിൽക്കാൻ നമ്മളെ അനുവദിക്കാതിരിക്കുന്നില്ല. എന്ത് തന്നെ താല്പര്യങ്ങളും ആഗ്രഹങ്ങളുണ്ടെങ്കിൽ നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തിൽ അള്ളാഹുവും റസൂലും ഒരു തീരുമാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുക. അതുകൊണ്ട് നഷ്ടപ്പെടുന്ന സുഖം, അതുകൊണ്ട് നഷ്ടപ്പെടുന്ന നഷ്ടം ഉണ്ടാവട്ടെ എന്ന് വിചാരിക്കുക. അങ്ങനെ എല്ലാ ആളുകളും തങ്ങളുടെ ആഗ്രഹങ്ങൾക്ക് പിറകെ പോകുമ്പോൾ ഞാനൊരു വചനം കണ്ടു, അള്ളാഹുവിന്റെ സാന്നിധ്യത്തെ ഭയപ്പെട്ടുകൊണ്ട് സ്വന്തം ഇച്ഛകളിൽ നിന്ന് തന്റെ മനസ്സിനെ ആര് തടുത്തു വെക്കുന്നുവോ അവന്റെ ജന്നതഹിയൽ മഅ്വ, സ്വർഗമാണ് അവന്റെ അഭയകേന്ദ്രം. എന്ത് പ്രശ്നങ്ങളുണ്ടായാലും നമ്മുടെ ഇച്ഛകൾ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നിട്ടുള്ള കാര്യം എന്താണോ അതിൻ്റെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. അത് സ്വീകരിക്കുക. അപ്പൊ അങ്ങനെ ഉണ്ടെങ്കിൽ എന്തുണ്ടാവും? നമുക്ക് നഷ്ടപ്പെടുന്ന ചെറിയ ചെറിയ നഷ്ടങ്ങളാണെങ്കിലും ഇന്നൽ ജന്നതഹിയൽ മഅ്വ, സുഖങ്ങളിൽ ഏറ്റവും ഉന്നതമായ എല്ലാ മനുഷ്യന്റെ ആഗ്രഹങ്ങളെയും വലക്കും ഫീഹാ മാ തഷ്തഹി അൻഫുസുക്കും, ആശിച്ചതെല്ലാം കിട്ടുന്ന, ആഗ്രഹിച്ചത് മാത്രം ലഭിക്കുന്ന ഒരു സ്വർഗം നഷ്ടപ്പെടുത്താൻ ചെറിയ താല്പര്യങ്ങളും ഇഷ്ടങ്ങളും ദുനിയാവിലെ ചെറിയ സന്തോഷങ്ങളും നമ്മളെ ഒരിക്കലും കാരണമാക്കി കൂടാ എന്ന് ഈ ആയത്ത് കേട്ടപ്പോൾ എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഞാൻ തീരുമാനിച്ചു, എനിക്ക് എന്താഗ്രഹങ്ങൾ ഉണ്ടെങ്കിലും ആ ആഗ്രഹങ്ങളൊന്നും അള്ളാഹുവിൻ്റെയും റസൂലിൻ്റെയും തീരുമാനങ്ങൾക്ക് എതിരാവരുതേ എന്നതാണ്